അങ്ങനെ നമ്മളിത് ബോട്ടിലൊക്കെ ചാടി കയറി മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ പോവാണ്. ഞാൻ വീഡിയോസിലും റീൽസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ കുറെ ചേച്ചിമാർ ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ കെട്ടുകളാക്കി വിൽക്കാൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഒരു കെട്ടിന് 30 രൂപയായിരുന്നു. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് വെളുപ്പിന് 4:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് രാത്രിയാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ വെളുപ്പാങ്കാലത്ത് അങ്ങ് ചെന്നാൽ മാത്രമേ ഇതിനെ അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ പൂ മേടിച്ച് ആ ചേച്ചി തന്നെ നമുക്ക് ബോട്ടൊക്കെ സെറ്റാക്കി തന്നു. ഞാൻ ബോട്ടിൽ കയറിയപ്പോൾ ആ ചേട്ടൻ നമുക്ക് നനയാണ്ടിരിക്കാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഒക്കെ തന്നിട്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മൾ അത് നിന്ന സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ വഞ്ചിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയായിരുന്നു ശരിക്കും കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ കയറിയപ്പോൾ മൊത്തത്തിൽ 1000 രൂപയായിട്ട് ആയിട്ടുണ്ടായിരുന്നു. വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് 100 രൂപയെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ ദൂരെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് കാണാൻ പറ്റും. അവിടെയാണ് നല്ല തിക്കായിട്ടുള്ള പൂക്കളുള്ളത്. മിക്ക ബോട്ടുകളിലും മോട്ടോർ ഫിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അടിച്ച് കത്തിച്ചങ്ങ് സ്പീഡിൽ എത്തിട്ടാൻ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ പൊന്നു മക്കൾ എനിക്കിത് കാണാൻ പറ്റില്ല. ഇത് കണ്ണുകൊണ്ട് കണ്ടാലേ അത്ര അടിപൊളിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഫുൾ ഇങ്ങനെ പിങ്ക് ഷെയ്ഡാണ്. ഞാനിങ്ങനെ എണീറ്റ് നിന്നപ്പോൾ ഈ വഞ്ചിയുടെ ചേട്ടൻ അറ്റത്തിരുന്നോളാം പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇരിക്കും. ഇങ്ങനെ നടുക്ക് ഭാഗത്ത് എത്തി കഴിയുമ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ നിർത്തിയിടും. അപ്പോൾ നമുക്ക് ഫോട്ടോസോ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ ഒരു ആമ്പൽ പറിച്ചപ്പോൾ അതിന് നീളം നോക്കി അത്രയും അടിയിലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഈ പൂക്കളൊക്കെ പറിച്ചെടുക്കുന്ന വീഡിയോസ് കാണുമ്പോൾ ഞാനും മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കുന്നത്, ഇനി പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. ചേട്ടൻ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിട്ടോ. ഇത് ആക്ച്വലി നെൽകൃഷി ചെയ്യുന്ന പാടമാണ്. ഇത് പറിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ മരുന്നൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. മാത്രമല്ല ആമ്പൽപ്പൂവിന്റെ ആയുസ് 2-3 ദിവസം മാത്രമേ. എല്ലാ ദിവസവും കുറെ പൂക്കൾ നശിച്ചു പോകുമ്പോൾ അതിന്റെ സ്ഥാനത്ത് പുതിയ മുട്ടുകൾ വിരിയുന്നുണ്ട്. എന്ന് വെച്ച് കണ്ടമാനം അങ്ങ് പറിച്ചെടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇവിടെ സൈഡിൽ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്രാമീണ വൈബ്. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.